ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. അപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യും. ദൂരത്തായിട്ടൊരു വീട്, അവിടേക്ക് ഒരുപാട് സാധാരണക്കാരായ ജനങ്ങളാണെങ്കിൽ കല്ലൊക്കെ പെറുക്കി എറിയാണ്. ഹെട്രോ മൂവ്സ് ഒരിക്കലും ഇവിടെ ഇരിക്കാനായിട്ട് പാടില്ല, നിന്റെ ബ്ലഡ് ലൈൻ അത് ക്ലീൻ അല്ല എന്ന് പറഞ്ഞ് അവർ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇപ്പോൾ പ്രസന്റ് കാണിക്കും. അതായത് പ്രസന്റിന് ഒരല്പം മുൻപ് ആ സ്പിന്നർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും കുറേ രക്ഷിക്കാനായിട്ട് ഹോസ്പിറ്റലിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആണെങ്കിൽ ഈ കാര്യം അറിയേണ്ട താമസം കുറേ പേരെ കൂടെ അവർക്ക് സപ്പോർട്ടിന് വേണ്ടി അയച്ചിരിക്കുകയാണ്. മാത്രമല്ല ക്വിക്സ് പവറുള്ള നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ അവരെ കൺവിൻസ് ചെയ്ത് ഇപ്പോൾ അവിടേക്ക് സപ്പോർട്ടിന് വേണ്ടി അയച്ചിരിക്കുകയാണ്. വില്ലന്മാരടക്കം ഇപ്പോൾ 15,000 പേര് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഹോസ്പിറ്റൽ തകർത്ത കുറോഗറിയെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട്. ആകെ ആ ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്ത് 100 സോൾജിയേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ ഹീറോസ് മാത്രമാണ് ഉള്ളത്. അവരെ കൊണ്ട് എങ്ങനെ 15,000 വില്ലന്മാരെ അവരെ ചെറുത്ത് നിൽക്കാനും കുറോഗറിയെ പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കും? അടുത്ത നിമിഷം മൈക്ക് അവിടേക്ക് വന്ന് ഉച്ചത്തിൽ അലറി സൗണ്ട് വേവ്സ് വെച്ച് അവരെ അവിടെ നിന്ന് തുരത്തി ഓടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അവരിൽ ചിലരാണെങ്കിൽ അവളുടെ വോയിസ് ബ്ലോക്ക് ചെയ്തും അവളുടെ സൗണ്ട് വേവ്സ് ബ്ലോക്ക് ചെയ്തും അവളെ പിടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ജസ്റ്റ് മിസ്സിന് മൈക്ക് അങ്ങനെ രക്ഷപ്പെട്ടു പോവാണ്. കാര്യം ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ. മാത്രമല്ല സ്കോട്ട് ലീഡറിനോട് അവർ സഹായം ആവശ്യപ്പെടും. പക്ഷേ സോൾജിയേഴ്സ് വളരെ കുറവാണ്. വില്ലന്മാരെ ബ്ലോക്ക് ചെയ്യാനല്ലാതെ ഫൈറ്റ് ചെയ്യാനായിട്ട് അവർക്ക് യാതൊരു വഴിയുമില്ല. നമ്മുടെ ആൾക്കാർ സ്പ്ലിറ്റായി പോയത് അത് ശരിക്കും നമ്മുടെ ആൾക്കാർക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഒരാളെ 10-15 പേര് വെച്ച് ഇപ്പോൾ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. സൂപ്പർ ഹീറോസ് എന്നിങ്ങനെ എല്ലാവരും അവരുടെ അറ്റാക്കിൽ പെട്ടുപോവാണ്. ഫൈറ്റ് നടക്കുന്ന ഓരോരോ ഭാഗങ്ങളും മാറ്റിയും തിരിച്ചും കാണിക്കും. ലിബറേഷൻ ആർമിയുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ വിളിച്ചു പറയും, ഡിഫറൻ്റ് ആയിട്ട് ജനിച്ചത് നമ്മുടെ തെറ്റല്ല. ചിത്രത്തിന് തുടക്കം മുതൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവരുടെ എല്ലാവരുടെ അടിമത്തത്തിലാണ് നമ്മൾ ജീവിച്ചു വന്നത്. ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. നമ്മളുടെ പവർ എന്താണെന്ന് കാണിക്കണം. ജനിച്ച നമ്മളെ പണ്ട് മുതലേ എല്ലാവരും ഒറ്റപ്പെടുത്തിയിരുന്നു. ഇത് നമ്മുടെ തെറ്റല്ല. സത്യത്തിൽ നമ്മുടെ കണ്ണിൽ പൊടിയിടാനാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരെ പോലീസിലേക്കും അതുപോലെ US സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടും ഒക്കെ തന്നെ തിരഞ്ഞെടുത്തത് നമ്മളെ കുറച്ച് പേരെ കബളിപ്പിക്കാനായിട്ട്. സോ നമ്മൾ ആരും ഇത് വിശ്വസിക്കാനായിട്ട് പാടില്ല. ഇവരെപ്പോഴും നമ്മളെ രണ്ടാം തരത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമയമാണ് ഈ ഒരു പ്രക്ഷോഭം. അത് ശരിക്കും നമ്മുടെ ഇത്രയും കാലത്തെ വേദന അവരെ അറിയിക്കാനുള്ളതാക്കി മാറ്റണമെന്ന് പറയും. നമ്മുടെ ഇപ്പോഴത്തെ നേതാവ് മറ്റാരുമല്ല, സാക്ഷാൽ സ്പിന്നറാണെന്ന് പറയും. സ്പിന്നറാണെങ്കിൽ കോപത്താലും വെറിയാലും അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും അറ്റാക്ക് ചെയ്യാനുള്ള ആക്രാന്തത്തോടു കൂടെ ആണെങ്കിൽ പതിയെ പുറത്തേക്ക് വരും. സ്പിന്നറിന് ക്വിക്സ് പവർ കൊടുത്തത് അത് ആൽഫാർ 1 ആണ്. ഉറപ്പായാലും കുറോഗറി ഞാൻ പുറത്തേക്ക് കൊണ്ടിരുന്നു പറഞ്ഞ് അവൻ അടുത്തേക്ക് വരുമ്പോഴായിരിക്കും അവിടേക്ക് വന്ന് അവനെ പിടിച്ച് വലിച്ച് അറഞ്ചം പുറഞ്ചും പഞ്ച് ചെയ്യുക. ബാക്കിയുള്ള വില്ലന്മാരെല്ലാവരെയും ചേർന്ന് അവനെ റൗണ്ട് ചെയ്യുകയാണ്. ഓ, നിനക്കും ഇപ്പൊ സൂപ്പർ ഹീറോ ആവണമെന്നാണല്ലേ ആഗ്രഹം? അതുകൊണ്ടല്ലേ നമ്മളുടെ ഇടയിൽ തന്നെ നീ ഒരു ഒറ്റുകാരനായിട്ട് നിൽക്കുന്നത്? വേണ്ടി സംസാരിക്കാനും ഫൈറ്റ് ചെയ്യാനും നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഉടനെ ഷോജി ആണെങ്കിൽ അവരോട് എല്ലാവരോടും പറയും, ആദ്യം ഹീറോസ് ഇവിടേക്ക് വന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന നഴ്സുമാര്, പേഷ്യൻസ്, ഡോക്ടേഴ്സ് അവരെല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നൊരു കാര്യമാണ് ചെയ്തത്. അതായത് ഇവാക്വേഷൻ. ഹീറോസ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. സാധാരണ ജനങ്ങളെ അവർ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് ഹീറോസും നമ്മളെപ്പോലുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. കട്ട് ചെയ്ത സ്പിന്നറിനെ ആണെങ്കിൽ വീണ്ടും കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ജനങ്ങളെല്ലാവരും കല്ലെടുത്തെറിഞ്ഞത് അവനെയാണ്. കട്ട് ചെയ്ത ഷോജി ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇപ്പോൾ പൊരിഞ്ഞ പോരാട്ടം. ആ സമയത്തായിരിക്കും ഷോജി നമ്മുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുക. ഉടനെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കും. കാരണം അവരുടെ കയ്യിൽ കൃത്യമായിട്ട് വ്യക്തമായ ഒരു പ്ലാനും തന്നെ ഇല്ല. ഉടനെ ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ഇപ്പൊ സ്പിന്നറിന് നേർക്കാൻ ശരിയാണ്. ആളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. തല ചുറ്റിയ സ്പിന്നർ ആണെങ്കിൽ എന്തായാലും എനിക്ക് കുഴപ്പമില്ല, ഇപ്പൊ അറ്റാക്ക് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ആണെങ്കിൽ അവരുടെ ടീമുമായിട്ട് വീണ്ടും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ആണെങ്കിൽ വീണ്ടും സ്പിന്നറിന് മുന്നറിയിപ്പ് കൊടുക്കും. ഇപ്പൊ നീ ചെയ്യുന്ന വലിയ വിപത്ത് കൊണ്ട് നമ്മുടെ ഈ ഒരു നാട് വീണ്ടും 30 വർഷത്തിൽ പുറകോട്ടേക്ക് പോകും. അത് വലിയ അപകടമായിരിക്കും. അതേ നിമിഷം സ്പിന്നർ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആൽഫാർ 1 കൊടുത്ത മറ്റൊരു ക്വിക്സ് പവർ അത് ഉപയോഗിക്കുകയാണ്. ആ സമയം തന്നെ ഡൊമുറയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത കാര്യം അവൻ ആലോചിക്കും. ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ചാടി വന്ന് ഷോജിയുടെ കൈ അതങ്ങനെ ആഞ്ഞു വെട്ടി താഴെ ഇടുകയാണ്. ദൂരത്തായിട്ട് കോടയ്ക്കാണെങ്കിൽ ഷോജിയെ കാണുമ്പോൾ ചില ഫ്ലാഷ് ബാക്ക് മെമ്മറീസ് ഒക്കെ ഓർമ്മ വരികയാണ്. ആക്ച്വലി കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ഷോജി ആണെങ്കിൽ അവനെ കുറിച്ച് പറയും, സത്യത്തിൽ എൻ്റെ അമ്മയ്ക്ക് എന്നെ പോലെ ആംസ് ഒന്നും തന്നെ ഇല്ല. ഞാൻ എൻ്റെ വില്ലേജിൽ ഒറ്റപ്പെട്ടാണ് വളർന്നു വന്നത്. ഞാൻ നോർമൽ ആയിട്ടുള്ള ആരെങ്കിലും ടച്ച് ചെയ്താൽ പോലും അവരെന്നെ ഐത്തത്തോടുകൂടെ നോക്കുമായിരുന്നു, എന്നെ ഉപദ്രവിക്കുമായിരുന്നു. എൻ്റെ ബോഡി മുഴുവൻ കാണുന്ന ഈ ഒരു സ്ക്രാച്ചുകൾ അവിടെ ഉണ്ടായിരുന്ന സാധാരണ നോർമൽ ജനങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്തതാണ്. ഞാൻ ആരെങ്കിലും തൊട്ടുവെന്നറിഞ്ഞാൽ അവരെല്ലാവരും കൂട്ടമായിട്ട് വന്ന് എന്നെ ആക്രമിക്കും, ഒറ്റപ്പെടുത്തും. അവരെല്ലാവരും പ്യുവർ ബ്ലഡ് ആണെന്നും മോൺസ്റ്റർ ബ്ലഡിൽ ഉള്ളതാണെന്നും പറഞ്ഞ് ഒരു നായയെ പോലെ അവരെന്നെ വലിച്ചഴച്ചു. അത് കേട്ട് എല്ലാവരും ഒരു വിഷമത്തോടും ദേഷ്യത്തോടും കൂടെ അവനെ നോക്കുകയാണ്. ഓക്കെ, കോടയാണെങ്കിൽ വണ്ടർ അടിക്കും. അവർ ഈ കാര്യങ്ങളൊക്കെ ബുക്കിൽ മാത്രമേ വായിച്ചിട്ടുള്ളൂ.
അവനാണെങ്കിൽ വീണ്ടും പറയും, ഞാൻ അനുഭവിക്കുന്ന പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവർ ഇനിയും ആ സിറ്റിയിലുണ്ട്. അത് കേട്ട് മീനാപ്പെണ്ണാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, അവരെ ആരെയും വെറുതെ വിടാൻ പാടില്ല, എല്ലാവരെയും പണിഷ് ചെയ്യണം. നെട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് വിഷമം തോന്നും. അവനാണെങ്കിൽ ഇപ്പോൾ അവനോട് മാപ്പ് പറയാണ്, ഐ എം സോറി, നിനക്ക് ഇത്രയും വിഷമം ഉള്ള കാര്യമാണ് ഇതൊക്കെ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തുടക്കത്തിൽ എന്നെ കളിയാക്കില്ലായിരുന്നു. വെറും ഒരു ഫണ്ണിന് വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കിയെന്ന് പറഞ്ഞ് അവൻ കരയും. അവനാണെങ്കിൽ മിനട്ടോടെ തോളിൽ തട്ടി, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് പറയും. ഞാൻ എൻ്റെ ഈ ബോഡിയിലെ സ്ക്രാച്ചസ് മറ്റുള്ളവരുടെ മുൻപിൽ മറച്ചു വെക്കാനാണ് ഈ മാസ്ക് എല്ലാം ഇട്ട് നടക്കുന്നതെന്ന് പറയും. അത് കേട്ട് കാക്കത്തലേനാണെങ്കിൽ അവൻ അഭിനന്ദിക്കും, സത്യത്തിൽ നീ ഞങ്ങളെ കഴിഞ്ഞ് ഒരുപാട് അനുഭവിച്ച ആളാണ്, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നും. ഫ്ലാഷ് ബാക്കിൻ്റെ ഉള്ളിൽ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഒരിക്കൽ നല്ല മഴയുള്ള ഒരു ദിവസം ഒരു പെൺകുട്ടിയാണെങ്കിൽ ഓടയ്ക്കകത്ത് വീണു പോകും. അവനാണെങ്കിൽ അത് കണ്ട് ആ പെൺകുട്ടിയെ പുറത്തേക്ക് എടുക്കും. ഇതൊരു സാധാരണ പെൺകുട്ടി ആയതുകൊണ്ട് എങ്ങനെ അവനോട് പെരുമാറുന്നു ഭയന്ന് നിൽക്കുമ്പോൾ അവളാണെങ്കിൽ വളരെ സാധാരണമായിട്ട് അവനോട് പെരുമാറും. അവൻ ചെയ്ത നന്മയ്ക്ക് അവനോട് താങ്ക്സ് പറയും. അവനാണെങ്കിൽ ആ കാര്യങ്ങൾ ഓർത്തെടുത്ത്, എനിക്ക് അത്രയും നെഗറ്റീവ് മെമ്മറീസിൽ ആ ഒരു പോസിറ്റീവ് മെമ്മറി മാത്രമാണ് ബാക്കിയെന്ന് പറയും. അത് കേട്ട് എല്ലാവരും അവൻ്റെ കൈ പിടിക്കുകയാണ്. അതുമാത്രമല്ല, ഞങ്ങളോടൊപ്പമുള്ള മെമ്മറീസ് എല്ലാം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് അവർ അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. നല്ലൊരു ഫ്യൂച്ചർ അത് ഇനിയെങ്കിലും നമുക്ക് ഉണ്ടാവണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ന് അവൻ പറയും. കട്ട് ചെയ്ത പ്രസൻറ്റിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാണ്. അത് കേട്ട് അവനെപ്പോലുള്ള ജനങ്ങൾക്ക് ചെറിയ മനംമാറ്റം ഉണ്ടാവുകയാണ്. അവൻ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ടെന്ന് അവർ തിരിച്ചറിയും. ജനങ്ങൾ നൈസായിട്ട് ഡൈവേർട്ട് ആവുകയാണെന്ന് മനസ്സിലാക്കിയ ലിബറേഷൻ ഫ്രണ്ടിൻ്റെ ആ ഒരു ചെയർമാൻ, ആ ഒരു നേതാവ്, അവനാണെങ്കിൽ വിളിച്ചു പറയും, അവൻ നമ്മളെ എല്ലാവരെയും മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, നമ്മൾ അനുഭവിച്ച വേദന അത് മറക്കാൻ പാടില്ല, സോ ഇവരെ വെറുതെ വിടരുതെന്ന് പറയും. അവനാണെങ്കിൽ ഒരുപാട് ബേർഡ്സ് വന്ന് അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. ബേർഡ്സുമായിട്ട് അവിടേക്ക് വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ കോട. നീ ഷോജിയെ അവനെ കളിയാക്കുമല്ലേന്ന് ചോദിച്ച് അവനാണെങ്കിൽ ഇപ്പോൾ അവനെ അറ്റാക്ക് ചെയ്യും. ഷോജി ആണെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് ഇവിടെ മൈക്കാണെങ്കിൽ വണ്ടർ അടിക്കും. കാരണം ഓൾറെഡി അവർ ആ ഫൈറ്റിന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എന്നെ ജനറൽ ഹോസ്പിറ്റൽ ആ ഭാഗത്തേക്ക് ഫൈറ്റിന് അയക്കണമെന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തതാണ്. അതിനവൻ പറയും, ലോകത്തെമ്പാടുമുള്ള ഹെട്രോമോബ്സ്, അതായത് എന്നെപ്പോലുള്ള ആൾക്കാർ, അവരെല്ലാവരും ആ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഡൈവേർട്ട് ചെയ്യിപ്പിക്കാനും കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് കേട്ട് കോടയും, നീ ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, നിന്നോടൊപ്പം ഞാനും ഉണ്ടെന്ന് പറയും. ഇപ്പോൾ എനിക്കാണെങ്കിൽ അവൻ്റെ ക്യൂക്സ് പവറിനെ കുറിച്ച് ആലോചിക്കും. അവന് ശേഷമുള്ള ഫ്യൂച്ചറിൽ വന്നവർക്ക് എല്ലാവർക്കും ക്യൂക്സ് പവർ വളരെ പവർഫുൾ ആയതാണ്. അപ്പോൾ കോടയുടെ അമ്മയാണെങ്കിൽ അവനോട് ചെറുപ്പത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് കാണിക്കുകയാണ്. കോടയുടെ അമ്മയാണെങ്കിൽ കോടയോട് പറയും, നിനക്കും കുറച്ച് കഴിയുമ്പോൾ എന്നെപ്പോലെ കൊമ്പുകളൊക്കെ വരും, അപ്പോൾ പല പല കാര്യങ്ങൾ നിനക്ക് ചെയ്യാനായിട്ട് കഴിയും. കോടയുടെ അമ്മ ഒരു ഹെട്രോമോബ്സ് ആയതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും അവരെയും കളിയാക്കുന്നതിൽ യാതൊരു മടിയും കാണിച്ചില്ല. അത് കണ്ട കോടയുടെ പപ്പയാണെങ്കിൽ അവരെല്ലാവരെയും തുരത്തി ഓടിക്കും. കോടയുടെ അമ്മയും അതുതന്നെയാണ് കോടയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, നിന്നെ നോക്കി അല്ലെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടവരായ ആരെങ്കിലും നോക്കി മറ്റുള്ളവർ കളിയാക്കുകയാണെങ്കിൽ നീ പ്രതികരിക്കണം. കട്ട് ചെയ്താ ഇപ്പോൾ ഷോജിയെ നോക്കി കളിയാക്കുന്നത് കണ്ട കോടയാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ടെററായിട്ട് നിൽക്കും. അവനാണെങ്കിൽ അവൻ്റെ കാക്കയെ ഉപയോഗിച്ച് ആ വില്ലനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ സ്പിന്നർ ആണെങ്കിൽ അവൻ്റെ പവർ ഉപയോഗിച്ചും അറ്റാക്ക് ചെയ്യും. ഷോജി ആണെങ്കിൽ കൈ ചുരുട്ടി ആഞ്ഞടിക്കും. ആണെങ്കിൽ സ്പിന്നറിൻ്റെ ബോഡി അതിൽ അറഞ്ചം പുറഞ്ചോ അടിച്ച് ആ ഒരു പെൺകുട്ടിയെ രക്ഷിച്ച കാര്യം ആലോചിക്കുകയാണ്. അവളെ ടച്ച് ചെയ്തെന്ന പേരിൽ അതിനുശേഷം ഒരുപാട് പേര് അവനെ ഉപദ്രവിച്ചിരുന്നു. അതിനുശേഷം ആ പെൺകുട്ടി വന്ന് കരഞ്ഞ് അവനോട് മാപ്പ് പറഞ്ഞു. അവൾ കാരണമാണ് അതൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യം ഏറ്റു പറഞ്ഞു. അവൻ ആ കാര്യങ്ങളെല്ലാം എടുത്തു പറയുമ്പോൾ സ്പിന്നർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇപ്പൊ ഹീറോസിനെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ഇത്രയും കാലവും ഹീറോസ് ഇവിടെ റോൾ ചെയ്തിട്ട് ആർക്കാണ് എന്ത് ബെനിഫിറ്റാണ് കിട്ടിയത്? ഇപ്പൊ നമ്മൾ കുറോഗറിയെ രക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പായാലും ഇതിനെല്ലാം വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും ആ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോകും. ഷോജി ആണെങ്കിൽ അത്ഭുതപ്പെടും. അവൻ അത്രയും ഫോഴ്സിൽ അത്രയും വലിയൊരു പഞ്ച് കൊടുത്തിട്ടും അവനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ അവിടുന്ന് കടന്നു പോവാണ്. അതുമാത്രമല്ല, ഷോജി കഷ്ടപ്പെട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചവരാരും കൺവിൻസ്ഡ് ആവാതെ ആ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇവിടെ സ്പിന്നർ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തി കുറോഗറിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതോട് കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.